ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചീസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ആദ്യം വേണ്ടത് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മളൊരു ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. അതുകൂടാതെ നമുക്ക് ബട്ടറാണ് ആവശ്യം. 50 ഗ്രാം ബട്ടർ മതിയാവും. ഇപ്പം നമ്മൾ ഓവനിൽ വെച്ചിട്ടാണ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും മെൽറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി പൊടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ കൂട്ടും നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ 2 തവണയായിട്ട് കുറച്ച് ബിസ്ക്കറ്റ്സ് ഇട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ബിസ്ക്കറ്റിൻ്റെ പൊടിയിലേക്ക് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂണോ തവിയോ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ ഒരു കൂട്ട് തയ്യാറാക്കിയെടുക്കാം. ഇത് ബോട്ടം ലെയറാണ്, അപ്പോൾ അധികം ബട്ടർ കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു ഏകദേശം നമ്മളിങ്ങനെ കൈ വെച്ചൊന്ന് അമർത്തി കഴിയുമ്പോൾ അതൊന്ന് ചേർന്ന് വരണം. ഈ പൊടികളെല്ലാം ഒരു ബോൾസ് ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലേക്ക് മാറ്റിയെടുക്കാം. ബിസ്ക്കറ്റിൻ്റെ കൂട്ട് ഏകദേശം നമുക്ക് തയ്യാറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ടിന്നിലേക്ക് അല്ലെങ്കിൽ ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റാം. ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ബോട്ടം ലെയറിലേക്ക് നന്നായി ഒന്ന് സ്പൂൺ വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഫസ്റ്റ് ലെയർ നല്ലോണം ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് ഇതുപോലെ എടുത്ത് നന്നായിട്ട് അതിൻ്റെ അടിഭാഗം വെച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഗ്ലാസും യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു ലെയർ ഒന്ന് സെറ്റാക്കി മാറ്റാം. എന്നിട്ട് അതിന് ഞാനിപ്പോൾ ഫ്രീസറിനകത്ത് വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂർ വെച്ചാലും മതിയാവും. പിന്നീട് നമ്മളിവിടെ ഒരു ക്രീം ചീസാണ് എടുത്തിരിക്കുന്നത്. ക്രീം ചീസ് ജാറിൽ ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. ക്രീം ചീസ് മാത്രമല്ല, അല്പം ക്രീം ചീസും അതിനോടൊപ്പം തന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ, കണ്ടൻസ്ഡ് മിൽക്ക്, അതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ജാറിനകത്ത് മിക്സിയിലിട്ട് കറക്കിയെടുക്കുന്നത്. നല്ലോണം അടിച്ചെടുക്കുക. മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള ചീസിൻ്റെ കൂട്ടാണത്. അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ 2 തവണയായിട്ട് ഞാൻ ചീസിൻ്റെ കൂട്ട് തയ്യാറാക്കി ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ സ്പൂൺ വെച്ച് തന്നെ, ഫോർക്ക് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം, ഞാനിവിടെ സ്പൂൺ വെച്ച് തന്നെ നന്നായി ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഫോർക്ക് യൂസ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം നന്നായി ഒന്ന് പതഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഈ ചീസിൻ്റെ കൂട്ട് നമ്മുടെ നേരത്തെ തയ്യാറാക്കി ഫ്രീസറിൽ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ചീസ് കേക്കിലെ ചീസിൻ്റെ ലെയറാണ് നല്ല തിക്നെസ്സിലുണ്ടാവുക. ആ ഒരു നമുക്ക് ആവശ്യത്തിനുള്ള തിക്നെസ്സിൽ ഈ ചീസിൻ്റെ ലെയർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഫ്രീസറിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഈ ചീസ് കേക്കിൻ്റെ ടോപ്പ് ലെയറാണ്. അതിനായിട്ട് കുറച്ച് ബ്ലൂബെറീസും സ്ട്രോബെറീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ജാം ഉണ്ടാക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആദ്യം സ്ട്രോബെറീസ് കട്ട് ചെയ്തത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പം അല്പം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ജ്യൂസൊക്കെ അങ്ങോട്ട് ഇറങ്ങി അതൊരു ജാം പരുവത്തിലേക്ക് കുറുകി വരും. അപ്പം ഏകദേശം ഒരു ജാമിൻ്റെ കൺസിസ്റ്റൻസിയിൽ എത്തുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് അതിനെ തണുപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബ്ലൂബെറീസിൻ്റെയും ജാം ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ 2 ടൈപ്പ് ജാമാണ് ഞാനിവിടെ ടോപ്പ് ലെയറിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്.
നമ്മുടെ ചീസ് കേക്ക് ഫ്രീസറിൽ നിന്ന് ഞാനിപ്പോൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായി തണുത്ത് വന്നിട്ടുള്ള, അതായത് ചൂടൊക്കെ നല്ലോണം മാറിയിട്ടുള്ള ജാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബ്ലൂബെറീസിൻ്റെയും സ്ട്രോബെറീസിൻ്റെയും 2 ഫ്ലേവേഴ്സും ഒരുമിച്ച് കിട്ടാനായിട്ട് ഞാൻ ഈ ഒരു കേക്കിൽ തന്നെ 2 ജാമും ടോപ്പ് ലെയർ ആയിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റി ഒന്ന് സെറ്റാക്കി എടുക്കാം. തണുപ്പോടുകൂടെ തന്നെ കഴിക്കണം, കാരണം ചീസാണ് മെൽട്ടായി പോകും. അപ്പോൾ ചീസ് കേക്ക് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ ശരിക്കും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓവൻ്റെ ഒന്നും ആവശ്യമില്ല, ബീറ്ററിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായവരും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.